ശ്രീ യുവരാജ് ഗോകുൽ, ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പറയുകയുണ്ടായി, ഒരു ബെല്ലടിച്ചാൽ ഫയലുമായി ജീവനക്കാർ വി സിക്ക് മുന്നിൽ എത്തുമല്ലോ, പിന്നെ എന്തിനാണ് വി സി ഈ സെക്ഷനുകളിലൊക്കെ PR സെക്ഷനിലൊക്കെ കയറി നടക്കുന്നത് എന്ന ഒരു ചോദ്യം അദ്ദേഹം ഉയർത്തുകയുണ്ടായി. അപ്പോൾ നമ്മൾ മറ്റൊരു വിഷയം കൂടി അതിൽ കാണേണ്ടതുണ്ട്. ഈ രജിസ്ട്രാറുടെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വി സിക്ക് ഒരു കത്തയക്കുകയാണ്, ഈ സസ്പെൻഷൻ ഉടനടി പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്. അപ്പോൾ വി സി പറയുന്നത് മുഖവിലക്കെടുക്കുമോ അതോ മന്ത്രി പറയുന്നത് മുഖവിലക്കെടുക്കുമോ അവിടുത്തെ ജീവനക്കാർ? വളരെ നിഷ്കളങ്കമായി PM സുരേഷ് ബാബു പറയുകയാണ്, ഒരു ബെല്ലടിച്ചാൽ മതിയില്ലേ, അവിടെ ജീവനക്കാർ വി സിക്ക് മുന്നിൽ ക്യൂ നിൽക്കില്ലേ എന്ന്. അങ്ങനെയൊരു സാഹചര്യമൊക്കെ ഇപ്പോഴത്തെ നമ്മുടെ സർവകലാശാലകളിൽ നിലനിൽക്കുന്നുണ്ടോ? അല്ല, അതിന് ഉത്തരവും വളരെ ഭംഗിയായിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, അദ്ദേഹത്തെ പോലെ വളരെ ബഹുമാന്യരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ ഇരുന്നതായിരുന്നു ഒരു കാലഘട്ടത്തിലെ യൂണിവേഴ്സിറ്റികളിലെ സിൻഡിക്കേറ്റ് പദവികളെല്ലാം. ഇപ്പോൾ അത്തരം പദവികളെല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത് നേരത്തെ നമ്മുടെ ശശികുമാർ സാറ് പറഞ്ഞതുപോലെ തന്നെ 30-40 ക്രിമിനൽ കേസുകളിൽ പെട്ടിട്ടുള്ള ആൾക്കാർക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വ്യത്യാസം അവിടെ വന്നിട്ടുണ്ട്. സുരേഷ് ബാബു സാറിനെ പോലെ ഉണ്ടായിട്ടുള്ള ആൾക്കാരല്ല നിലവിൽ അതിനകത്തുള്ള ആൾക്കാർ എന്നുള്ള കാര്യവും കൂടി അദ്ദേഹം തിരിച്ചറിയുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ശരിയാണ്, ടാമ്പർ ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ പർട്ടിക്കുലർലി ഡിജിറ്റൽ എവിഡൻസുകളാണ്. ഇതൊക്കെ ടാമ്പർ ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര എളുപ്പമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. എന്നാൽ അത് നടക്കാത്ത കാര്യമൊന്നുമല്ല. കാരണം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കുറച്ച് ആളുകൾക്ക് മുമ്പ് നമ്മുടെ സ്വർണ്ണക്കടത്ത് കേസ് വലിയ രീതിയിൽ ചർച്ചയായിട്ട് നിന്നിരുന്ന സമയത്ത് സെക്രട്ടേറിയറ്റിലെയും ക്ലിഫ് ഹൗസിലേക്ക് CCTV പെട്ടെന്ന് ഇടിമിന്നൽ വീണ് അടിച്ചു പോകുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും പല കാര്യങ്ങളും ഈ തരത്തിൽ നിന്ന നിൽപ്പിൽ കത്തിപ്പോകാനും അടിച്ചു പോകാനും ഒക്കെ സാധ്യതയുള്ളൊരു സംസ്ഥാനം കൂടിയാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. കാരണം പണ്ട് ഒരു പ്രത്യേകതരം കൊടുങ്കാറ്റ് വന്ന് ഒരു ട്രെയിനിനെ മാത്രമായിട്ട് എടുത്തുകൊണ്ട് പോയിട്ട് പുഴയിലിട്ടിട്ടുണ്ടായിരുന്ന ഒരു സംഭവം പോലെ തന്നെ ചില പർട്ടിക്കുലർ സിസ്റ്റങ്ങളും ചില പർട്ടിക്കുലർ ഫയലുകളും മാത്രം എന്നേക്കുമായിട്ട് നശിച്ചു പോകുന്ന സാഹചര്യങ്ങൾ വരെയും നമ്മുടെ കേരളത്തിൽ സംഭവിച്ചേക്കും എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അത്തരം വിഷയങ്ങളിലൊന്നും തന്നെ ചാൻസ് എടുക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. പിന്നെ ഒരു ബെല്ലടിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന VCയുടെ ടേബിളിലേക്ക് സാധനം എത്തുമോ ഇല്ലയോ എന്നുള്ള കാര്യം അത്ര നിഷ്കളങ്കമൊന്നും അല്ല എന്നുള്ള കാര്യം സുരേഷ് ബാബു സാറിനും അറിയാം. കാരണം നിലവിലെ കേരളത്തിലെ സാഹചര്യം അനുസരിച്ചിട്ട് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ റൗണ്ടിൽ അദ്ദേഹം തന്നെ പറയുകയുണ്ടായിരുന്നു, ഇത് 2 ഐഡിയോളജിക്കൽ ഫൈറ്റാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്നൊക്കെയുള്ള അതിന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അതായത് കേരളത്തിലെ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു മിഷനറി ഒന്നാകെ മറുവശത്ത് നിന്ന് ഫൈറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ ആ മിഷനറി അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർ, ആ മിഷനറിയോട് കൂറുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് നിലവിലെ സർവകലാശാലകളിൽ ജോലിക്കാരായിട്ടിരിക്കുന്നതും. അപ്പോൾ ഒരു ബെല്ലിൻ്റെ അടിയിൽ ഫയലെത്തുന്ന സാഹചര്യമൊന്നും അവിടെ ഉണ്ടാകില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് സാമാന്യമായിട്ട് രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന എല്ലാവർക്കും ബോധ്യം ഉണ്ടാകേണ്ട ഒന്ന് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും സിസ തോമസ് മേഡത്തിനെ സംബന്ധിച്ചിടത്തോളം അതെത്തില്ല എന്ന് അവർക്കത്രയും ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ അവർ പോയത്. അല്ലാണ്ട് ഒരു ബെല്ലടിച്ചു കഴിഞ്ഞാൽ തൻ്റെ ടേബിളിൻ്റെ മുമ്പിൽ എത്തും എന്ന് ഉറപ്പുള്ള ഒരു സാധനം അന്വേഷിച്ചിട്ട് ഇത്രയും ഹൈ IQ ഉള്ള ഒരാൾ, ഇത്രയധികം അക്കാഡമിക്കൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ, ഇത്രയധികം അഡ്മിനിസ്ട്രേഷണൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ എന്തായാലും ഒരിക്കലും ഒരു ബെല്ലിൻ്റെ ക്ലിക്കിൽ തൻ്റെ മുമ്പിൽ എത്തുമെന്നുള്ളൊരു സാധനം അന്വേഷിച്ച് അങ്ങോട്ടേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകില്ല. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അങ്ങോട്ട് പോകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് അവിടെ നിലനിൽക്കുന്ന ഒരു ആംബിയൻസും അറ്റ്മോസ്ഫിയറും അങ്ങനെ ആയതുകൊണ്ട് മാത്രമാണ്. പിന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഉൾപ്പെടെയുള്ള ഇടപെടൽ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പൊളിറ്റിക്കൽ ഇടപെടലിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണത്. പൊളിറ്റിക്കൽ ഇടപെടലാണ് അവിടെ നടന്നിരിക്കുന്നത്, രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടൽ തന്നെയാണ് അവിടെ നടന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകൾ അവിടെ വരുന്ന സമയത്ത് ഈ പറയുന്ന രജിസ്ട്രാറിൻ്റെ കേസിലോ അല്ലെങ്കിൽ വൈസ് ചാൻസലർക്കോ മാത്രമാവില്ലല്ലോ ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും അവരുടെ ഈ പറയുന്ന ഇപ്പോൾ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളെ ഇളക്കി വിടുന്നത് പോലെ തന്നെ അവിടെയുള്ള ഇടതുപക്ഷത്തുള്ള മുഴുവൻ ഉദ്യോഗസ്ഥ സംവിധാനത്തിനെയും അവർ ഇളക്കി വിട്ടിട്ടുണ്ടാവും, ഈ പറയുന്ന VCക്കെതിരെ ആവട്ടെ അല്ലെങ്കിൽ ആക്ടിങ് VCക്കെതിരെ ആവട്ടെ. അപ്പോൾ തീർച്ചയായിട്ടും കുറച്ചുകൂടി പ്രോ ആക്റ്റീവായിട്ട് അവർക്ക് ഇറങ്ങി കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഈ പറയുന്ന യാഥാർത്ഥ്യബോധത്തോടെ അല്ലെങ്കിൽ സത്യസന്ധമായിട്ട് അവിടെ കാര്യങ്ങൾ നടക്കൂ എന്നുള്ള കാര്യം ഡോക്ടർ സിസ തോമസിന് അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആ ഇടപെടലിൻ്റെ സാഹചര്യം ഉണ്ടായിരിക്കുന്നതും. ഇപ്പോൾ ശ്രീ സുരേഷ് ബാബു സാർ പറയുന്നത് സാധാരണഗതിയിൽ യാഥാർത്ഥ്യമാണ്. പക്ഷേ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ അതങ്ങനെ അല്ല ഓടുന്നതെന്ന് അദ്ദേഹത്തെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്.